ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് കൊഡാക് ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ്, ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ ഏട്ടാ. എന്താ വെച്ചാൽ ഇവർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവറോൾ ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി കൊഡാക് ബാങ്കിന് ഇല്ല. പക്ഷേ അവരെ കൊഡാക് ബാങ്കിന്റെ ലീഗ് എന്ന് പറഞ്ഞ കാർഡ്, ലീഗ് പ്ലാറ്റിനം കാർഡ് എന്ന് പറഞ്ഞ കാർഡ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവർ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ബേസിക് ചാർജ് പറയുന്നത് 450 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൊഡാക് ബാങ്കിന്റെ ലീഗ് കാർഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യം നമ്മുടെ സെറ്റപ്പിന്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇൻകം പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് കിട്ടാൻ എളുപ്പം ചാൻസ് കൂടുതലേക്ക് കിട്ടും അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഇതിന് നോർമൽ എന്ന് പറയുന്നത് ജോയിന്റ് ഫീസും ആനുവൽ ഫീസും വരുന്നത് 450 രൂപ പ്ലസ് GST ആണ്. എൻട്രി ലെവൽ കാർഡാണ്. നമുക്ക് മൂവീസിനൊക്കെ ബെസ്റ്റ് സ്യൂട്ടഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. റിവാർഡ് പോയിന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ ശരിക്കും വെൽക്കം ആയിട്ട് മൂവി വോച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ലൈഫ് ടൈം ഫ്രീ ആകുമ്പോൾ അത് കിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ കാർഡായിട്ടാണ് ഓഫർ വരുന്നത് വെച്ചാൽ അത് കാണിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കും ജോയിനിങ് ചാർജ് ആനുവൽ ചാർജ് 0 എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം കിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം കിട്ടും. പിന്നെ നമുക്ക് റിവാർഡിന്റെയും ബെനിഫിറ്റ്സിന്റെയും കാറ്റഗറിയിലേക്ക് പോവാം. നമുക്ക് മൂവി വോച്ചറും ബുക്ക് മൈ ഷോന്റെ മൂവി വോച്ചർ വർത്ത് ₹500 ആണ് നമുക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നത്. കുഴപ്പമില്ലാത്ത സംഭവമാണ്. നമുക്ക് പിന്നെ 8x റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് എവരി ₹150 സ്പെൻഡ് ഓൺ സ്പെഷ്യൽ കാറ്റഗറീസ്. അതായത് വേറെ കുറച്ച് സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. പിന്നെ നമുക്ക് 4x റിവാർഡ് പോയിന്റ് ആണ് എവരി ₹150 സ്പെൻഡ് ഓൺ അതർ കാറ്റഗറീസ് അപ് ടു 2 lakh. പിന്നെ നമുക്ക് ഈ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുന്നവരെ നമുക്ക് വഴിയാ പറയണം എന്ന് വെച്ചാൽ ഇവർ കുറച്ച് സ്പെഷ്യൽ കാറ്റഗറി അവർ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിന്റെ ഒരു റിവാർഡ് പോയിന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ മൂവീസിനെ ഒഴിച്ച് ബാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റിവാർഡ് പോയിന്റ് സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അവരത് ഇപ്പോൾ LFT ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക റിട്ടൻഷൻ അല്ല, ഭയങ്കര എന്താ പറയുക അപ്ലൈയിങ്ങോ അല്ലെങ്കിൽ അപ്രൂവലോ ഭയങ്കര കുറവാണ് ഈ സാധനം. എന്നുവെച്ചാൽ ആൾക്കാർ ഇതിന് ഭയങ്കരമായിട്ട് അപ്രൂവൽ കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യുന്നില്ല ആൾക്കാർ. അതുകൊണ്ടാണ് ഇപ്പോൾ ആക്ച്വലി അതിന്റെ ഒരു ഓഫർ പോലെ അവർ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇവരുടെ അത്യാവശ്യം നല്ല കാർഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ട് അല്ലെങ്കിൽ അപ്രൂവ് ആയിട്ട് വരുന്ന കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിലിന്റെ കൊഡാക് ബാങ്കിന്റെ കാർഡാണ്. ഇപ്പോൾ എനിക്ക് തന്നെ കിട്ടിയിട്ടുള്ള റീസണിൽ അപ്പോൾ അതിന് നമ്മൾ ഒരു ഷോർട്ട് ടൈം റിവ്യൂ സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ ചെറിയ കണ്ടോക്കുക. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു 3%, 4% ഒക്കെ നമുക്ക് ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡാണ് പെട്രോൾ ചെയ്യുമ്പോൾ കേട്ടോ. കാണാൻ കണ്ടോക്കുക. അപ്പോൾ നമുക്കിതിന് വേറെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ചസോ ഇന്റർനാഷണൽ ലോഞ്ചസോ ഇൻഷുറൻസ് ബെനിഫിറ്റോ ഗോൾഫോ ട്രാവലോ ഈ ബെനിഫിറ്റ് ഒന്നുമില്ല. എല്ലാം നോട്ട് അപ്ലിക്കബിൾ ആണ്. എല്ലാം 0 ആണ്. നമുക്ക് 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 1,25,000 വരെ നമുക്ക് 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ, നമുക്ക് തെഫ്റ്റ് പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഫീസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5% ആണ് പെർ മന്ത്. അതായത് ഡ്യൂ ഡേറ്റ് മുമ്പ് ബില്ലടച്ചില്ലെങ്കിൽ കേട്ടോ. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് എന്ന് പറയുമ്പോൾ 3.5% ആണ്. റിവാർഡ് റിഡംഷൻ ഫീസ് ഒന്നുമില്ല, നില്ലാണ് കേട്ടോ. പിന്നെ ക്യാഷ് അഡ്വാൻസ് ആയിട്ട് 300 വരുന്നുണ്ട്. അതായത് നമ്മൾ ATM ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെ ഇതാണ് നോർമലായിട്ട് വരുന്നത്. പിന്നെ അവർക്ക് നമുക്ക് 6 മാസത്തിനുള്ളിൽ നമ്മൾ 1,25,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ഫ്രീ PVR ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 10,000 റിവാർഡ് പോയിന്റ് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. പിന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. ആനുവൽ ഫീ വേണമെങ്കിൽ നമുക്ക് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. ആനുവലി നമുക്ക് 50,000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ഫ്രീ കാർഡ് അല്ല കിട്ടിയെങ്കിലും മാത്രം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക കൊഡാക് ബാങ്കിന്റെ ലീഗ് കാർഡിന്റെ ഓവറോൾ ഡീറ്റെയിൽ. ഒരു ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കൊഡാക് ബാങ്കിന്റെ കാർഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൊഡാക് ബാങ്കിന്റെ ഓഫർ സംഭവമൊക്കെ വരുമ്പോൾ ഈ കാർഡ് അതിന് അപ്ലിക്കബിൾ ആയിരിക്കും. എന്താ വെച്ചാൽ ഇതൊരു കോബ്രാൻഡ് കാർഡൊന്നുമല്ല. അപ്പോൾ ഇന്ത്യൻ ഓയിലിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ അത് ഒരു കോബ്രാൻഡ് കാർഡ്. അപ്പോൾ അതിന് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് എന്താ വെച്ചാൽ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ വരുമല്ലോ കൊഡാക് ബാങ്കിന്റെ, അങ്ങനത്തെ സമയം ഞാൻ പറയുന്നത് കേട്ടോ. എന്താ വെച്ചാൽ കോബ്രാൻഡ് കാർഡുകൾക്ക് നോർമലി അങ്ങനത്തെ ഓഫർ വരുമ്പോൾ ചിലപ്പോൾ റിജക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. വെച്ചാൽ കിട്ടില്ല, അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഈ കാർഡ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പോരാത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇത് ഫ്രീ കാർഡ് വേണം. അപ്പോൾ നല്ലൊരു സംഭവമാണ്. ഞാൻ ആക്ച്വലി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ, 1 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ കാർഡ് മൾട്ടി അഡീഷണൽ കാർഡ് ഇപ്പോൾ അവർ അപ്ലൈ ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ ഫ്രീ കാർഡാണല്ലോ, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം.